കണ്ണാ, മനുഷ്യനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയുമോ? മനുഷ്യരുടെ മനസ്സ് നിമിഷ നേരം മാറിക്കൊണ്ടേയിരിക്കും. ചിന്തകളും പ്രവൃത്തികളും മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദൈവത്തെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയെ പരിപൂർണമായി നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഹൃദയവേദനകളും സന്തോഷങ്ങളും പ്രകൃതി, അല്ലെങ്കിൽ ഈ പ്രപഞ്ചശക്തികൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിനും ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ നമുക്ക് വേണ്ടത് എന്തുതന്നെ ആയാലും അത് നമ്മളിൽ നടത്തിത്തരുന്നതായിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ്. പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ആഗ്രഹം നേടിയെടുക്കുവാനായി ഈശ്വരനോട് അപേക്ഷിക്കാറുണ്ട്. ദൈവമേ, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് തരൂ എന്ന് നിരന്തരം ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ പലപ്പോഴും അത് നമുക്ക് ആവശ്യമുള്ളതായിരിക്കില്ല. മാത്രമല്ല, നമ്മുടെ തന്നെ നാശത്തിന് വേണ്ടിയായിരിക്കും അത് ഉപകരിക്കുക. പലപ്പോഴും നമ്മുടെ ഇഷ്ടമൂർത്തികൾ നമ്മുടെ പ്രാർത്ഥന സാധിപ്പിച്ചു തരാറുമുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെ. അതിൻ്റെ വേദനയിൽപ്പെട്ട് വീണ്ടും നമ്മൾ ഭഗവാന്റെ അടുത്ത് വീണ്ടും വീണ്ടും വരുമെന്ന് ആ ഭഗവത് ശക്തിക്കറിയാം. അത് നമ്മളെ സ്നേഹിക്കുന്ന ഭഗവാന് സങ്കടം തന്നെയാണ്. നമ്മളെക്കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് ദുഃഖിക്കും ഭഗവാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും ഭഗവാനോട് നിർബന്ധമായി ആവശ്യപ്പെടരുത്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുന്ന ഭഗവാനെ അത് നമുക്ക് വേണ്ടുന്ന സമയത്ത് നൽകാനും അറിയാം. അതുകൊണ്ട് എല്ലാവരും ഭക്തിയോടെ വിനയത്തോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ആവശ്യങ്ങൾക്കെല്ലാം ഭക്തിയും ഹൃദയത്തിൻ്റെ വിശുദ്ധിയുമാണ് അവിടെ പ്രാധാന്യം. ഭഗവാനെ കൃഷ്ണ, എന്നും കൂടെ ഉണ്ടായിരിക്കണേ. ഹരേ കൃഷ്ണ.